നമസ്തേ. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി ബില്ലിംഗ് സെക്ഷനിലെ ക്യൂവിൽ നിൽക്കുകയായിരുന്നു ഞാൻ. സാധാരണ നിലയ്ക്ക് തീർച്ചയായും ഏറ്റവും ബോറടിക്കുന്ന സമയമാണ്. എന്നാൽ എൻ്റെ അരികിലൂടെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു 50നും 60നും ഇടയിൽ പ്രായം തോന്നുന്ന ദമ്പതികളെ അവരറിയാതെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പേപ്പറിൽ ലിസ്റ്റ് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു അവർ. ഒരാൾ തക്കാളി എടുക്കുമ്പോൾ മറ്റേയാൾ സബോള എടുക്കും. അങ്ങനെ മാറി മാറി എടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് അയാളുടെ ശബ്ദമുയർന്നു. ഇത്ര കാലമായിട്ടും നല്ല ബീൻസ് നോക്കിയെടുക്കാൻ നീ പഠിച്ചിട്ടില്ലേ? ആ സ്ത്രീ ഒന്നും പറയാതെ അയാളെ തുറിച്ചു നോക്കി. ഒരു വാഗ്വാദത്തിന് നിൽക്കാതെ അവർ പെട്ടെന്ന് പറഞ്ഞു, ഓക്കെ, ഞാൻ ഗ്രോസറി സാധനങ്ങൾ എടുക്കാം. അതാവുമ്പോൾ മൂത്തതോ ഇളയതോ എന്നൊന്നും നോക്കേണ്ടല്ലോ. അവർ അതിന്റെ ലിസ്റ്റ് വാങ്ങി മറുഭാഗത്തേക്ക് നടന്നു. അവർ തിരഞ്ഞെടുത്ത ബീൻസ് മുഴുവൻ അയാൾ തിരിച്ചിടുകയും ചെയ്തു. പിന്നെ അയാൾ ബീൻസ് ഉപേക്ഷിച്ച് വെണ്ടയ്ക്ക സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുന്നത് കണ്ടു. പിന്നീട് ഞാൻ അവരെ കാണുന്നത് ഐസ്ക്രീം പാർലറിൽ ഇരുന്ന് ഒരാൾ ഫാലുഡയും മറ്റേയാൾ ചിക്കു ഷേക്കും കഴിക്കുന്നതാണ്. അവർ ആസ്വദിച്ചു കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞ് വഴക്കുകൂടുന്നതും കണ്ടു. എന്നാലും അവർ പൊതുവെ സന്തോഷത്തിലാണ്. വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് വ്യക്തികളെ ഒരുമിച്ച് ഒരു കൂട്ടിലടയ്ക്കുന്നതാണ് കുടുംബ വ്യവസ്ഥ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ കാലം കൊണ്ട് ഒരാൾ മറ്റേയാളെ മനസ്സിലാക്കി ആ പ്രത്യേകതകളോടെ സ്വീകരിച്ചു തുടങ്ങുമ്പോൾ അവിടെ വലിയ പരുക്കുകളില്ലാതെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റേയാളിലെ നല്ല വശങ്ങൾ കാണാനും അംഗീകരിക്കാനും തുടങ്ങിയാൽ പരസ്പര സ്നേഹത്തിലൂന്നിയ ബഹുമാനത്തിലൂന്നിയ ഒരു കൂട്ടായ്മ സാധ്യമായേക്കാം. രണ്ട് വ്യക്തികൾ തമ്മിൽ കൂട്ടായ്മയുണ്ടാകണമെങ്കിൽ എപ്പോഴും അവർ ഒരേ ദിശയിൽ ചിന്തിക്കുന്നവരാവണമെന്നില്ല. വാസ്തവത്തിൽ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അവർ പരസ്പര പൂരകങ്ങളാകുന്നത്. ഏതു കാര്യത്തിനും രണ്ടു വശങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടുപേരും ഒരേ ദിശയിൽ ചിന്തിച്ചാൽ കാര്യങ്ങളുടെ മറ്റേ പകുതി അവർക്ക് അന്യമായി പോകും. അവരുടെ അടുത്ത ജനറേഷനിലേക്കും ഒരു ബാലൻസ്ഡായ കാഴ്ചപ്പാട് പകരപ്പെടണമെങ്കിൽ വ്യത്യസ്തമായ ചിന്താധാരകളും മനോഭാവങ്ങളും ശരിയായ രീതിയിൽ സമന്വയിപ്പിക്കപ്പെടണം. നമ്മുടെ വ്യതിരക്തത നിലനിർത്തിക്കൊണ്ട് തന്നെ തുലോം വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുമായി ശാന്തമായും പരസ്പര ബഹുമാനത്തോടെയും എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ആദ്യപടി അപ്പുറത്ത് നിൽക്കുന്നവരെ അവരുടെ വാക്കുകളിൽ നിന്ന്, മുഖഭാവത്തിൽ നിന്ന്, അവരുടെ ശരീരഭാഷയിൽ നിന്ന് വായിച്ചെടുക്കുക എന്നതാണ്. അതിനനുസരിച്ച് നാം ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മുടെ ശരീരഭാഷയും മാറ്റങ്ങൾ വരുത്തിയാൽ എവിടെയൊക്കെയോ ഒരു താദാത്മ്യം അനുഭവപ്പെടും. അത് സാവധാനം പരസ്പര വിശ്വാസത്തിലേക്കും ബഹുമാനത്തിലേക്കും നയിക്കും. വ്യത്യസ്തരാകാനുള്ള അവരുടെ അവകാശത്തിന് സ്വാതന്ത്ര്യം നൽകുകയാണ്. സാധാരണയായി 3 വിഭാഗം ആളുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് വിഷ്വൽ, കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ. അവർ പറയുന്ന വാക്കുകളിലും അത് തെളിഞ്ഞു കിട്ടും. അതെ, എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഒരു ഇരുണ്ട വശം കൂടി കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് സംഭവിച്ചതെല്ലാം ഒരു നിമിത്തമായി ഞാൻ കാണുന്നു. ഇങ്ങനെയെല്ലാം ആയിരിക്കും അവരുടെ വാക്കുകൾ. രണ്ടാമത്തെ കൂട്ടർ കേൾവി, ഓഡിറ്ററിക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കും. ശരി, ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്. നീ നിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് അവിടെ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. എന്റെ ഉള്ളിൽ നിന്ന് ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാൻ ഒരു ഉൾവിളിയുണ്ടായി. തീർച്ചയായും നീ പറയുന്ന വേവ് ലെങ്തിലേക്ക് എന്നെ ട്യൂൺ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. നീ മൗനമായിരിക്കുമ്പോഴും നിനക്ക് പറയാനുള്ളത് എന്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്തേത് കിനെസ്തെറ്റിക്, സ്പർശനം, മനസ്സിലാക്കാൻ എന്നീ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്. അവർക്ക് ഏത് കാര്യവും അനുഭവിച്ചാലേ മനസ്സിലാവൂ. സ്നേഹമുണ്ടെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കണം, ചേർത്ത് നിർത്തണം. ഞാൻ നിന്റെ കൂടെയുണ്ട്, എനിക്ക് നിന്നെ മനസ്സിലാകും, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി, ഞാൻ ഓടിയെത്തും. ഈ ഒരു അഷ്വറൻസ് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. വ്യക്തികളിലെ വ്യത്യാസത്തെ അറിഞ്ഞ് അവരോട് പെരുമാറാനായാൽ, വാക്കുകൾ അതിനനുസരിച്ച് ഉപയോഗിക്കാനായാൽ അവരാകുന്ന ലെവലിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുകയാണ്. അവരുടെ വിശ്വാസം ആർജിക്കുകയാണ്. വിശ്വസിക്കാനാവുന്ന, കൂടെ ചേർത്ത് നിർത്തുമെന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത് മാത്രമേ ബന്ധങ്ങൾ ശക്തമാവുകയുള്ളൂ. അഭിപ്രായ വ്യത്യാസത്തോടെയും ബന്ധങ്ങൾ ശക്തമായി തുടരാൻ സാധിക്കും. ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ and subscribe. Thank you.